ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്റെ സബ്ജക്ട് വാട്ട്സ് ഇൻ മൈ ബാഗ് എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ എല്ലാവരുടെയും ബാഗിൽ കുറെ സാധനങ്ങൾ കാണും അല്ലെ? നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ കാണും. പ്രത്യേകിച്ച് ഡെയിലി നമ്മൾ ബാഗൊക്കെ ആയിട്ട് പുറത്ത് പോകുന്ന ഒരാളാണെങ്കിൽ കുറെ എന്തെങ്കിലുമൊക്കെ അനുകൂലത്തെ സാധനം കാണും അല്ലെ? അപ്പൊ ഇന്ന് എന്റെ ബാഗിൽ എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഞാന് നമ്മുടെ കടയിലാണുള്ളത്. അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ബാഗിൽ എന്താണെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ ബാഗ് കണ്ടോ, നല്ല ഫ്ലോറൽ പ്രിന്റ് ഒക്കെയുള്ള ഒരു അടിപൊളി ബാഗ് അല്ലേ? ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. കുറച്ചായതാണ് വാങ്ങിയിട്ട് അത്യാവശ്യം നല്ല വിലയൊക്കെ ആയത്, 1000 ഒക്കെ അടുത്ത വിലയായതാണ്. ഞാൻ അത്രയും വിലയുള്ള ബാഗൊക്കെ അങ്ങനെ റെയർ ആയിട്ടാണ് വാങ്ങാറുള്ളൂ. പക്ഷെ ഇതെനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ബാഗ് ഇരുന്നോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ ഒരു ബാഗ് വാങ്ങിയത് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാഗാണ്, നല്ല ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ആയിട്ട്. ഒരു ഗ്രീൻ ആണ് ഇതിന്റെ ഒരു ബേസ് കളറായിട്ട് വന്നിരിക്കുന്നത്. ഇതില് ഓഫ് വൈറ്റ് റോസാപ്പൂവിന്റെ ഒക്കെ കളറൊക്കെ ആയിട്ട് നല്ലൊരു ബാഗ് കേട്ടോ. അത്യാവശ്യം നല്ല ബാഗിന് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. ഇപ്പൊ എന്റെ സാധനങ്ങളെല്ലാം കൂടെ കിടന്നപ്പോ തന്നെ അതിൽ കുറെ കൂടി നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം ഇങ്ങനെ ബാഗ് ഒക്കെ എടുത്ത് നോക്കി ചിലരൊക്കെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇതെന്താ ഇതിന് ഇതിനുമാത്രം വെയിറ്റ്, എന്താണ് ഇതിനകത്തുനിന്ന്. അപ്പൊ എനിക്കൊരു സംശയം, എന്താണ് ഇതിനകത്തുനിന്ന്. അപ്പൊ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അൺനെസസറി ആയിട്ട് എന്തെങ്കിലും ഞാൻ കൊണ്ടു നടക്കുന്നുണ്ടോ, അതുകൊണ്ടാണോ ഇത്ര വെയിറ്റ് എന്നറിയാലോ. പിന്നെ ഇത് കണ്ടോ, ഇതിന്റെ ഈ ഒരു വള്ളി കണ്ടോ, ഇത് സത്യത്തിൽ ഈ ബാഗിന്റെ വള്ളിയല്ല കേട്ടോ. ഇതെന്റെ വേറൊരു ചെറിയൊരു ബാഗിന്റെ വള്ളിയാണ്. ആ ബാഗ് പോയപ്പം ഞാൻ ഈ വള്ളി എടുത്ത് ഇത് തേലോട്ടിട്ടു. അപ്പൊ കണ്ടോ, ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിടാനൊക്കെ നല്ലൊരു സ്റ്റൈലാണിത്. അപ്പൊ അതിനു വേണ്ടി വിത്തലോട്ടിട്ടതാണ്. അപ്പൊ ഹാങ് ചെയ്തില്ലേലും ഇത് വെറുതെ ഇങ്ങനെ കിടക്കുന്ന കാണാൻ ഒരു ഭംഗി, അതിനു വേണ്ടി വിത്തലോട്ടിട്ടു. പിന്നെ ഇത് കണ്ടോ, സൈഡ് സ്ലിംഗ് ആയിട്ട് ഇടാൻ വേണ്ടി ഒരു നീളമുള്ള വള്ളിയുണ്ട്. ഇത്രയാണ് ബാഗിന്റെ സവിശേഷതകള്. ബാഗിന്റെ പേര് ലാഫല്ലി, അങ്ങനെയാണ് ഇതിന്റെ പേര് ഇവര് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിന് 2 വലിയ കമ്പാർട്ട്മെന്റും ബാക്കില് ഒരു ചെറിയ കമ്പാർട്ട്മെന്റും ആണുള്ളത് കേട്ടോ. അപ്പൊ ബാഗിനെ കുറിച്ചുള്ള എന്റെ ഡിസ്ക്രിപ്ഷൻ തീർന്നു. ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണെടുത്ത് ഇതെന്റെ ഈ സ്പെക്സിന്റെ കവറാണ്. എന്റെ ഈ സ്പെക്സ് ലെൻസ് കാർട്ടിൽ നിന്ന് വാങ്ങിയതാട്ടോ. അപ്പൊ ഞാൻ പല കണ്ണാടി കടകളിൽ നോക്കിയെങ്കിലും എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് ലെൻസ് കാർട്ടാണ്. അവിടുത്തെ ഫ്രെയിമും ലെൻസും എല്ലാം ലെൻസ് കാർട്ടിലെയാണ്. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ വേറെ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അതിലും നല്ല ലെൻസ് എനിക്ക് തോന്നിയത് ലെൻസ് കാർട്ടിലെയാണ്. അതുപോലെ ഫ്രെയിമിന്റെ ഒരുപാട് സെലക്ഷനും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ഷോപ്പിന്റെ അടുത്ത് തന്നെ ലെൻസ് കാർട്ടിന്റെ ഒരു ഷോപ്പും ഉണ്ട്. അപ്പൊ എന്റെ ഈ കണ്ണാടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്റെ കുറച്ച് വലിപ്പമുള്ള മുഖമായതുകൊണ്ട് നമ്മൾ സാധാ രീതിയിലുള്ള കണ്ണട വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സൈഡിൽ ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കും. അപ്പൊ കുറെ കഴിയുമ്പോൾ ഇവിടെ പാട് വരും. പക്ഷെ ഇത് ഇങ്ങനെ കണ്ടോ, ഒരു ഇതുണ്ട്, ഈ സൈഡ് കണ്ടോ, ഒരു പ്രത്യേക രീതിയിലുള്ളതാണ്. അതുപോലെ ഇത് ഇങ്ങനെയൊന്നും വെച്ച് കഴിഞ്ഞാൽ ഒടിയും ഒന്നുമില്ല. ഇത് മടക്കുമ്പോൾ ഇത്രയാണ് മടങ്ങുള്ളൂ. അപ്പം നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രെയിം ആട്ടോ. എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, നല്ല ഫ്രെയിം ആണല്ലോ, ഇത് എവിടെന്നാ വാങ്ങിയേ, എനിക്ക് നല്ല സ്യൂട്ട് ആകുന്നുണ്ടെന്നൊക്കെ. അപ്പൊ സാധാ നമ്മുടെ കണ്ണടയുടെ ഫ്രെയിം പോലെ അല്ല ഇത് വരുന്നത്. ഇത് നന്നായിട്ട് അങ്ങ് മടങ്ങുന്നില്ലല്ലോ. അപ്പൊ ഒരു ഇച്ചിരി വ്യത്യസ്തതയുള്ളൊരു കവറാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ കവർ വെക്കണേ തന്നെ ബാഗിൽ നല്ലൊരു സ്പേസ് വരും. അപ്പൊ ഇതുണ്ട്. പിന്നെയുള്ളത് 2 ഗ്ലൗസും കേട്ടോ. നിങ്ങൾക്കറിയാം ഭയങ്കര ചൂടും വെയിലും അല്ലേ ഇപ്പം. ഞാൻ മിക്കവാറും 12 മണി കഴിയുമ്പോഴത്തേക്കുമാണ് വീട്ടിൽ നിന്ന് കടയിലേക്ക് പോരുന്നത്. ഒടുക്കത്തെ വെയിലാണ് അന്നേരം. ആ വെയിലത്ത് നമ്മളിങ്ങനെ പച്ചയായിട്ട് പോന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും കരിഞ്ഞുണങ്ങി പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത്. ഇതൊരു സെറ്റ് ആയിട്ടാട്ടോ, 4-5 ജോഡി ഒരു പാക്കറ്റിൽ വരുന്ന. ഇതൊക്കെ കഴിഞ്ഞ വർഷമേ വാങ്ങിച്ചു വെച്ചതാട്ടോ. അപ്പൊ ഇതിങ്ങനെ കയ്യിൽ ഗ്ലൗസ് ആയിട്ടിടും, അപ്പൊ കൈ പൊള്ളത്തില്ല. പിന്നെ ഞാൻ ജാക്കറ്റോ ഷ്രഗോ യൂസ് ചെയ്യാറുണ്ട് ഡെയിലി. ഡ്രസ്സിന്റെ മുകളിലിടും. അപ്പൊ നമ്മുടെ കഴുത്തൊക്കെ മറിഞ്ഞിരിക്കും. അത് ഇവിടം വരെ കൈയുണ്ട്. അപ്പൊ ഇത്രയും ഭാഗം വെയിൽ കൊള്ളത്തില്ല. പിന്നെ ബാക്കി ഈ ഭാഗമാണ് പൊള്ളുന്നത്. അത് ഞാൻ ഈ ഗ്ലൗസ് ഇടും. അപ്പൊ ഇത് മേടിക്കാൻ അങ്ങനെ വെയിൽ കൊള്ളുന്ന ഒരു കാര്യം. പിന്നെ വേറൊരു പ്രശ്നമുള്ളത്, ഈ ഭയങ്കര വെയിലത്ത് വരുമ്പോൾ മിക്കവാറും ഈ ജംഗ്ഷനിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ട്രാഫിക് ബ്ലോക്ക് കാണും അവിടെ. ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കുള്ള വണ്ടി ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. കുറെ നേരം ഈ പൊള്ളുന്ന വെയിലത്ത് നിൽക്കേണ്ട അവസ്ഥ വരാറുണ്ട്. ആ സമയത്ത് നമ്മൾ 2 വീലറിൽ ഇരിക്കുന്നവർക്കറിയാം അതിന്റെ ഒരു ബുദ്ധിമുട്ട്. നമ്മുടെ കൈയൊക്കെ ഇവിടെ അങ്ങ് പൊള്ളി പോകുന്ന പോലത്തെ ഒരു അനുഭവം അല്ലെ. അപ്പൊ അങ്ങനെ എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട്
കൂടിയാണ് ഞാൻ ഈ ഗ്ലൗസ് വാങ്ങിച്ച്. ഇതിപ്പം വെയിലായതുകൊണ്ട് സ്ഥിരം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ ഒരു ചെറിയ പേഴ്സാണ്. ഇതെനിക്ക് അനിയത്തി വന്നപ്പം അയർലൻഡിൽ നിന്ന് വന്നപ്പം കൊണ്ട തന്നതാണ്. കുറെ നാള് മുമ്പ് കൊണ്ട തന്നാട്ടോ. അപ്പൊ ഓരോ പ്രാവശ്യം അവള് വരുമ്പോ പുതിയത് കൊണ്ട തരുമ്പോ ഞാൻ പഴയത് മാറ്റി വെക്കും. അപ്പൊ ഈയിടെ ഞാൻ അലമാര നോക്കി കഴിഞ്ഞപ്പം ഇതിങ്ങനെ ഇപ്പോഴും കുഴപ്പമൊന്നും ഇല്ല, നല്ല ഇതായിട്ടിരിക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ ബാഗിൽ ഇത് സ്യൂട്ട് ആവുകയും ചെയ്യും. അതിനുവേണ്ടി അത് കാരണം ഈ പേഴ്സ് എടുത്തു. ഇതിനകത്ത് അങ്ങനെ കാര്യമായിട്ടൊന്നും കാണാൻ സാധ്യതയില്ല. ഇച്ചിരി പൈസയൊക്കെ ഉണ്ട്. പിന്നെ ATM കാർഡ്, സൂപ്പർ മാർക്കറ്റിലെ കാർഡ്, അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഇത് ATM കാർഡും സൂപ്പർ മാർക്കറ്റിലെ കാർഡും ഉണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് പൈസയുണ്ട്, അധികമൊന്നുമില്ല. ഒരു 500, 700, 900, 1000 രൂപയും ഒരു ഇത്തിരി ചില്ലറ, അത്രയാണ് എൻ്റെ കയ്യിൽ പൈസ ഉള്ളത്. പിന്നെ കുറച്ച് കോയിൻ ഉണ്ട് കേട്ടോ. കുറച്ച് ഒരു 5-6 രൂപ കോയിൻ ഉണ്ട്, അത്രയേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെയുള്ളത് എൻ്റെ ഇയർപോഡാണ്. ഇത് ബോട്ടിന്റെ ഇയർപോഡ്, പിങ്ക് കളർ നോക്കി ഞാൻ വാങ്ങിയതാണ്. ഇത് വാങ്ങിച്ചിട്ട് ഒരു 2 വർഷമായതാ. ഇതിപ്പോ സ്ഥിരം എൻ്റെ ബാഗിൽ കാണും. പിന്നെയുള്ളത് എൻ്റെ കോമ്പ്. ഇത് വലിയ പല്ലുകളുള്ള ഒരു കോമ്പ്. ഇത് എപ്പോഴും ബാഗിൽ ഇട്ടേക്കും. ഇതിനകത്തൊരു ചെറിയ കമ്പാർട്ട്മെന്റും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് എന്നാ ഉള്ളതെന്ന് നോക്കാം. അതിനകത്തുള്ളത് ഇത് കണ്ടോ, എൻ്റെ ഒരു ചെറിയ കൊന്ത, ചെറിയ ഉണ്ണിക്കൊന്ത എന്ന് പറയും ഇതിന്. എപ്പോഴും ഞാൻ കൊന്ത ചെല്ലുമൊന്നുമില്ല, അങ്ങനെ എപ്പോഴും ചെല്ലിക്കൊണ്ട് നടക്കുന്ന ഒരാളൊന്നും അല്ല. പക്ഷെ എന്താണ് നമ്മുടെ ഒരു വിശ്വാസം, നമ്മുടെ ഒരു സമാധാനം, നമ്മുടെ ഒരു സന്തോഷം, അതിനുവേണ്ടി ഇത് എപ്പോഴും ഞാനിങ്ങനെ ബാഗിൽ വെച്ചേക്കും. പിന്നെയുള്ളത് എൻഗേജ് എന്ന് പറയുന്ന ബോഡി സ്പ്രേയുടെ ഒരു ടെസ്റ്റർ. ഇത് എന്തോ വാങ്ങിയപ്പോ എനിക്ക് കിട്ടിയതാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഓർക്കുന്നില്ല ഈ സംഭവം എവിടുന്ന് കിട്ടിയതാന്ന്. എന്തോ വാങ്ങിയപ്പോ കിട്ടിയതാന്ന് തോന്നുന്നു, ചെറിയ ടെസ്റ്റർ. ഇങ്ങനെ ഒരു കാര്യമേ ഞാൻ മറന്നുപോയായിരുന്നു. നല്ല സ്മെല്ലാ. വേണ്ട, അത്രയേ ഉള്ളൂ. അപ്പൊ ട്രാവൽ പാക്കായിട്ട് വെറുതെ ഇങ്ങനെ ബാഗിലിടാം. നല്ല മണമാണ്. പിന്നെ ഇത് കണ്ടോ, എൻ്റെ ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇതിനകത്ത് കിടക്കുന്നത് എന്താണ്, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക്. ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്. അതെന്തോ ഞാനൊരു റീല് കണ്ടേ, ഇതിങ്ങനെ നമ്മുടെ ബാഗിലൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും വീട്ടിലുള്ള സാധനം അല്ലേ, എന്നാ പിന്നെ എടുത്ത് ബാഗിൽ ഇട്ടേക്കാന്ന് വിചാരിച്ചു. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇതിപ്പോ കണ്ടു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, എടുത്തപ്പോ എനിക്ക് തന്നെ ചിരി വന്നേ. വിശ്വാസവും അന്ധവിശ്വാസവും എന്ന് വേണേ പറയാം. കൊന്ത എന്റെ വിശ്വാസം, എന്നെ സംരക്ഷിക്കും, ആ ഒരു വിശ്വാസമാണ് കൊന്ത. പക്ഷെ ഇത് ചിലപ്പോ ഒരു അന്ധവിശ്വാസമായിട്ടായിരിക്കും. എന്തോ ഏതായാലും രണ്ടും എന്റെ ബാഗിലുണ്ട്. ഇനി ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഉള്ളത് ഇത് എന്റെ മൈക്ക്, അതായത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള മൈക്ക്. ഇത് 2 എണ്ണത്തിന്റെയാണ്. ഒരെണ്ണം ഞാൻ കുത്തിയിട്ടുണ്ട്, മറ്റേത് ഇതിനകത്തുണ്ട്. മാക്കിന്റെ മൈക്കാണേ. പിന്നെ ഉള്ളത് എന്റെ സൺഗ്ലാസ്. ഈ സൺഗ്ലാസും ഞാൻ പകല് 2 വീലറെ യാത്ര ചെയ്യുവാണെങ്കിൽ സൺഗ്ലാസ് എനിക്ക് മസ്റ്റാണ്. അപ്പൊ ഈ സൺഗ്ലാസ് വെക്കുന്നതിന് നമ്മുടെ മമ്മൂക്ക പറയുന്ന പോലെ ഇതൊരു സ്റ്റൈലിന് വേണ്ടി വെക്കുന്നതല്ല, എന്റെ കണ്ണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി വെക്കുന്നതാണ്. ഞാൻ ഇത് വെക്കുന്നതിന് എന്നെ പലരും കളിയാക്കും, വെയിലില്ലാത്തപ്പോഴും ഞാൻ വെക്കൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ഇതിന്റെ ഒരു ബെനിഫിറ്റ്. നമുക്കിത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണിന് ഭയങ്കര ഒരു എന്താണ്, ഒരു റിലീഫാണ്. നമുക്ക് വെയിലത്ത് പോകുമ്പോൾ വെയിൽ കണ്ണിലേക്ക് അടിക്കത്തില്ല. ഇപ്പൊ രാവിലെ ആണെങ്കിൽ പോലും, ഇപ്പൊ രാവിലെ ഒരു 8-9 മണിക്ക് ഞാൻ 2 വീലറിൽ യാത്ര ചെയ്യുവാണെങ്കിൽ എനിക്ക് ഇത് വെക്കുന്നത് ഭയങ്കര ഒരു കംഫർട്ടബിൾ ആണ്. അപ്പൊ ഞാൻ അത്ര രാവിലെയൊക്കെ ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഹസ്ബൻഡും മോനും ഒക്കെ എന്നെ കളിയാക്കും, ഓ അവള് ജാട കാണിക്കുക. മോൻ പറയും, മമ്മ ജാട, ഈ രാവിലെ കൂളിംഗ് ഗ്ലാസും വെച്ച് ഇറങ്ങുക, നാണമില്ലേന്നൊക്കെ അവൻ ചോദിക്കേ. പക്ഷെ എനിക്ക് നാണമൊന്നുമില്ല കേട്ടോ, കാരണം ഇത് വെച്ച് കഴിയുമ്പോൾ ഒരു കംഫർട്ട് അത് വെച്ചിട്ടുള്ളവർക്കേ അറിയത്തുള്ളൂ.
ഈ സൺഗ്ലാസ് ഞാൻ ഇങ്ങനെ ശരിക്കും ഇത് ഒറിജിനൽ ഒന്നും അല്ല, ഒരു ഫൈബർ പോലത്തെയാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ബാഗിൽ കിടന്ന് ഇതിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടും. ഇപ്പൊ തന്നെ ഇതിനൊരു സ്ക്രാച്ച് ഒക്കെ വീണിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ പോകുന്ന അനുസരിച്ച് ഞാൻ പുതിയത് ഓൺലൈനിൽ നിന്ന് വാങ്ങും. അത് ഇങ്ങനത്തെ വലിയ ഫ്രെയിം ഉള്ളതേ വാങ്ങുള്ളൂ, ശരിക്കും നമ്മുടെ കണ്ണൊന്ന് കവർ ചെയ്തിരിക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ചൂട് കാലാവസ്ഥയില് ഇത് ബെസ്റ്റ് ആണ്. പിന്നെയുള്ളത് മാസ്ക്. പകല് ടൂ വീലറിൽ യാത്ര ചെയ്യുമ്പോൾ മാസ്ക് ഞാൻ വെക്കാറുണ്ട്. കാരണം എനിക്ക് പൊടി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ചു നാളായിട്ട് ഭയങ്കര അലർജിയാണ്. ഉടനെ ജലദോഷം, തുമ്മല്, ചുമ, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ടൂ വീലറിൽ യാത്ര ചെയ്യുമ്പോൾ ഇപ്പൊ മാസ്ക് വെക്കും. പിന്നെ ഈ വെയിലിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇത്രയും ഭാഗം കവർ ചെയ്തിരിക്കും. പിന്നെ മറ്റേ നമ്മുടെ കൂളിംഗ് ഗ്ലാസോട് വെക്കുമ്പോഴത്തേക്കും മുഖത്ത് ഉള്ള ആ വെയിൽ അടിക്കുന്നതിന്റെ ആ ഒരു ഇതൊക്കെ അങ്ങ് കുറയും. പക്ഷെ ഇത് മാസ്ക് വെക്കുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്, പൊടി അടിക്കരുത്. കാരണം ടൂ വീലറെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഇഷ്ടംപോലെ വണ്ടികളല്ലേ, പ്രത്യേകിച്ച് ടിപ്പർ അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര പൊടിയാണ്, ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മാസ്ക് യൂസ് ചെയ്യുന്നു. പിന്നെ ഉള്ളത് എന്റെ കൊടയാണ്. ഇത് വെറുതെ സ്റ്റൈലിന് കൈ പിടിക്കാന്നുള്ളതുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല. ഇത് കൂട്ട് കുട കൊണ്ട് വെയിലത്ത് പോയാലും വലിയ കാര്യമായിട്ട് വെയില് ഏക്കാതെ ഒന്നും ഇരിക്കത്തില്ല. മഴയത്ത് പിടിച്ചാലും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഒരു സ്റ്റൈലിന് ഇങ്ങനെ കൈ പിടിക്കാം, അത്രേ ഉള്ളൂ. അതെപ്പോഴും ബാഗിൽ വെച്ചേക്കും. പിന്നെ മാസ്ക് ഒരെണ്ണം കൂടെ ഉണ്ട്. പിന്നെ ഉള്ളത് എന്റെ ലിപ്സ്റ്റിക്ക്. ഞാൻ ബാഗ് മടിയിലെടുത്ത് വെക്കാവേ, അല്ലെങ്കിൽ ടേബിള് കിടന്ന് ഇളവുന്നു. പിന്നെ ഉള്ളത് എന്റെ ലിപ്സ്റ്റിക് ആണ്. ഈ ലിപ്സ്റ്റിക്ക് മേബലിന്റെ ആണ്. ഷെയ്ഡ് വന്നിരിക്കുന്നത് 634 ബോൾഡ് ക്രിംസൺ. ഇത് മിന്ത്രയിൽ മേടിച്ചാട്ടോ. ഒരു എന്താണ് കളർ വന്നിരിക്കുന്നത്, ഇത് മേടിച്ചപ്പോ ബാഗിൽ ഇട്ടതാ, അങ്ങനെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു വൈൻ റെഡ് കളറാണ് വന്നിരിക്കുന്നത്. എന്താ വൈൻ റെഡ് കളർ. ഇത് ബാഗിൽ ഇട്ടേക്കും, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒരു ലിപ്സ്റ്റിക് ഒക്കെ ഇരുന്നോട്ടെ എന്നുള്ള കരുതി അങ്ങ് ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ ഉണ്ടല്ലോ, ഇത് റെനിയുടെ സക്കർ, എന്താണ് മേക്കപ്പ് ടച്ചപ്പ് ആണ്. സക്കർ എന്നാണ് ഇതിന്റെ പേര്. പുള്ളിങ് സ്റ്റിക്ക് അങ്ങനെയൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഇതിനെപ്പറ്റി ഒരു റീല് കണ്ടപ്പോ ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷെ വലിയൊരു ബെനിഫിറ്റ് ഒന്നും തോന്നിയില്ല. ഇത് പറയുന്നത് നമ്മളിപ്പം മുഖത്ത് അത്യാവശ്യം മേക്കപ്പ് ചെയ്ത് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കഴിയുമ്പോഴത്തേക്കും മുഖം ആകെ ഡള്ളാകും, വേർക്കും ഒക്കെ ചെയ്യുമല്ലോ. അപ്പൊ നമുക്കൊന്ന് ടച്ചപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇതെന്നാണ് പറഞ്ഞേ. അപ്പൊ ഇതിങ്ങനെ മുഖത്ത് തൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എക്സസ് ആയിട്ടുള്ള ഓയിൽ പോകുന്നു. അപ്പൊ ഞാന് നല്ല മണമൊക്കെ കേട്ടോ. അപ്പൊ ഞാൻ അന്നൊരെണ്ണം മേടിച്ച് ഇങ്ങനെ ബാഗിൽ ഇട്ടതാ. ബാഗിൽ ഇട്ടതല്ലാതെ പിന്നെ അത് യൂസ് ചെയ്തിട്ടില്ല. ഒന്നാമത് ഇപ്പൊ നമ്മൾ കടയിലൊന്നും വരുമ്പോ ഇതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോഴായിരിക്കും. ഫംഗ്ഷൻ ഒന്നും പോകുമ്പോൾ സത്യത്തിൽ ഈ ബാഗ് കൊണ്ടാവാറില്ല. അതിന്റെ ഇത്രയും വലിയ ബാഗ് ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ബാഗിൽ കിടക്കുന്നു. പിന്നെ ഉള്ളത് വീണ്ടും ഒരു പെർഫ്യൂം, ബോഡി സ്പ്രേ, റാസ്ബെറി ഓറഞ്ച് ബ്ലോസം ബോഡി സ്പ്രേ. ഇത് അനീതി വന്നപ്പോ കൊണ്ടുവന്നാണേ. സൂപ്പർ മണം കേട്ടോ. നമ്മുടെ ഇവിടെ ഒന്നും കിട്ടുന്ന കൂട്ടൊന്നുമല്ല, നല്ല അടിപൊളി നല്ല മണമാണ്. ഇതിന്റെ കൂടെ ഒരു ബോഡി ക്രീം, 2 ബോഡി ക്രീം, പിന്നെ ഇതേ സെയിം നല്ല സ്മെല്ലുള്ള ബോഡി ക്രീം ചെറിയ ട്യൂബ്, അതൊക്കെ ഉണ്ടല്ലോ ഈ ഒരു കളറുള്ള ചെറിയൊരു പേഴ്സ് പോലത്തെ ഒരു പൗച്ചിനകത്ത്, അതായത് ട്രാൻസ്പെറന്റ് പൗച്ചാ, കുറച്ച് വലിപ്പമുള്ള. എന്നിട്ട് ഈ പിങ്ക് കളർ കുറെ ഫ്ലവറിന്റെ ഒക്കെ ഡിസൈൻ ഉള്ള ഒരു പേപ്പറൊക്കെ, ഒരു കട്ടിയുള്ള ഒരു പേപ്പറൊക്കെ അതിന്റെ അകത്ത് വെച്ചിട്ട്, എന്നിട്ട് അതിനകത്ത് 3 ഹോളാണ്. അതിൽ ഒരെണ്ണത്തില് പെർഫ്യൂം, പിന്നെ ഒരെണ്ണത്തില് ബോഡി ക്രീം, പിന്നെ ഒരെണ്ണത്തില് എന്താണ് ഒരെണ്ണത്തിൽ വേറെ എന്തോ, അങ്ങനെ എന്തോ 3 ഐറ്റം ആയിട്ടാണ് ഈ വന്നത്. അപ്പൊ ഇതിപ്പോ 2 വർഷമായി കൊണ്ടുവന്നിട്ടേ. അപ്പൊ ഞാൻ മറന്നുപോയി. പക്ഷെ നല്ല രസം. എന്നിട്ട് ആ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല രസം അത് കാണാൻ. ഭംഗി കണ്ട് അവള് മേടിച്ചാന്നാ പറഞ്ഞേ. കണ്ടപ്പോ നല്ല ഭംഗി തോന്നി, അതുകൊണ്ട് മേടിച്ചതാ. അപ്പൊ എനിക്കും വാങ്ങിച്ചു കൊണ്ട് തന്നു, 2 എണ്ണം കൊണ്ടുവന്നു. എനിക്കും വാങ്ങിച്ചു കൊണ്ട് തന്നു, നാത്തൂനും തന്നു. അപ്പൊ ഞങ്ങളുടെ 2 പേരുടെ കയ്യിൽ അടിപൊളിയായിട്ട് ബാഗ് ഇരിപ്പുണ്ട്. എന്റെ കയ്യിൽ ഇപ്പോഴും ഈ പെർഫ്യൂം ഉണ്ട്. പിന്നെ ഒരു ക്രീം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, അത് വീട്ടിലാ. നല്ല മണമുള്ള പെർഫ്യൂമാണ്. അപ്പം ഇതൊരെണ്ണം ബാഗിലുണ്ട്. ഇതിന്റെ പേരുണ്ടല്ലോ, ടെഡ് ബേക്കർ ലണ്ടൻ എന്നാട്ടോ ഇതിന്റെ പേര്. പിന്നെ എന്റെ ബാഗിലുള്ളത് രണ്ട് 3 ടിഷ്യൂ. വെറുതെ യൂസ് ചെയ്തതാന്ന് തോന്നുന്നു. അത് എവിടുന്നോ യൂസ് ചെയ്തിട്ട് മടക്കി ബാഗിൽ അതേപടി ഇട്ടിരുന്നതാ. പിന്നെ യൂസ് ചെയ്യാത്ത ഒരു ടിഷ്യൂ കൂടെ ഉണ്ട്.
അപ്പം ബാഗിന്റെ ഉള്ളറകളിൽ ഉള്ള സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു. ഈ ബാഗിന്റെ പുറത്ത് ഒരു ചെറിയ അറയുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇതിനകത്ത് താക്കോലുണ്ട്. എന്റെ യെല്ലോ ഗ്രാസിയയുടെ താക്കോല്. എന്റെ യെല്ലോ ഗ്രാസിയ അത്യാവശ്യം ഇവിടെ ഫേമസ് ആട്ടോ. ഞാനിങ്ങനെ മഞ്ഞ വണ്ടിയെ പോകുന്നു, മഞ്ഞ ഡ്രസ്സ് ഇടുന്നു. ഞങ്ങളുടെ പുതിയ ഷോപ്പിന്റെ ബോർഡും യെല്ലോ തീമാണേ. അപ്പൊ യെല്ലോ തീം അങ്ങനെ വെച്ചു. പിന്നെ ഞങ്ങള് ഇനാഗ്രേഷന്റെ നോട്ടീസ് അടിച്ചപ്പോ അത് യെല്ലോ തീമായിരുന്നു. മൊത്തത്തില് ഞാൻ യെല്ലോയുടെ ഭയങ്കര ഒരു എന്താണ് ഫാനാണ്. അത് എല്ലാ യെല്ലോ കളറും കൊള്ളത്തില്ല, ചില യെല്ലോ കളർ നല്ല അട്രാക്റ്റീവ് ആണല്ലേ. അപ്പൊ പലരും ചോദിക്കാറുണ്ട്, എനിക്ക് മഞ്ഞ കളറിൽ ആരെങ്കിലും കൈവശം തന്നിട്ടുണ്ടോ, നിങ്ങളുടെ മഞ്ഞയുടെ ആളാണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കാറൊക്കെ ഉണ്ട്. പക്ഷെ യെല്ലോ വൺ ഓഫ് മൈ ഫേവററ്റ് കളർ എന്ന് വെച്ചാൽ എനിക്ക് യെല്ലോ മാത്രമല്ല എന്റെ ഫേവററ്റ് കളർ. പല കളറും എനിക്ക് ഇഷ്ടം. പല സാഹചര്യത്തിലും നമുക്ക് പല കളേഴ്സ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. പക്ഷെ യെല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ആ യെല്ലോ കളർ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഗ്രാസിയ വണ്ടി എടുത്തത്. അല്ലാതെ ഞാൻ വണ്ടിയുടെ ഒരു ഗുണങ്ങളും നോക്കിയിട്ടില്ല. എനിക്ക് ആ യെല്ലോ കളറുള്ള വണ്ടി മതി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ എടുത്തതാണ് എന്റെ യെല്ലോ ഗ്രാസിയ. അപ്പം ഇത് അതിന്റെ കീയ്. പിന്നെ ഇത് വീടിന്റെ ഇവിടുത്തെ കടയുടെ അങ്ങനെ എല്ലാ കീയും കൂടെ ഒരെണ്ണം ഉണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് കോയിൻസ് ആണ്. കുറച്ച് കോയിൻസ് ഉണ്ട്. അപ്പൊ ഇത്തരം സാധനങ്ങളാണ് എന്റെ ബാഗിലുള്ളത്. അപ്പൊ ഇതിനകത്ത് അങ്ങനെ ഒഴിവാക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ എന്റെ സെൽഫി സ്റ്റിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതിലാണ് ഇപ്പൊ ഞാൻ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്റെ സെൽഫി സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫി സ്റ്റിക്ക് ആയിട്ടും ട്രൈപോഡ് ആയിട്ടും യൂസ് ചെയ്യാവുന്ന ഇതാണ്. ഇത് നമ്മുടെ ഷോപ്പിൽ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് എടുത്തതാണ്. ഇതാണ് എന്റെ സെൽഫി സ്റ്റിക്ക്. ഇങ്ങനെ ട്രൈപോഡ് പോലെ നമുക്ക് സെറ്റ് ചെയ്യാം. അത്യാവശ്യം ലെങ്ത് കിട്ടുന്നതാണ്. ഇവിടെ മേളില് ഇവിടെ നമ്മൾ ഫോൺ സെറ്റ് ചെയ്യും. ഇതിങ്ങനെ വലിക്കാവുന്നതാണ്. ഇവിടെയാണ് നമ്മൾ ഫോൺ സെറ്റ് ചെയ്യുന്നത്. ഇത്രയും ഇതിങ്ങനെ നമുക്ക് ആവശ്യത്തിന് പൊക്കം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇതിന് ഒരു റിമോട്ട് ഉണ്ട്. ഇതുണ്ടോ, ഇത് നമുക്ക് കയ്യിലേക്ക് എടുത്തും പിടിക്കാം, ഇതിലേക്ക് തന്നെ സെറ്റ് ചെയ്യുകയും ചെയ്യാം. ഇത് നമ്മുടെ ഫോണുമായിട്ട് നമ്മൾ പെയർ ചെയ്യണം. ഇതിന്റെ ഒരു നമ്പർ ഉണ്ട്. അത് നമ്മൾ ഫോണുമായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് വീഡിയോയോ ഫോട്ടോ എടുക്കണമെങ്കിൽ ഇവത്തേലും ഞെക്കിയാൽ മതി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഈ ഒരു സ്വിച്ചിൽ ഞെക്കിയാൽ മതി. നമുക്ക് ക്യാമറ ഇവിടെ വെച്ചിട്ട് ദൂരെ മാറി നിന്ന് വേണമെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാം. ഈ റിമോട്ട് നമ്മുടെ കയ്യിൽ ഇരുന്നാൽ മതി. അപ്പൊ നമുക്ക് ഇങ്ങനെ മാറി നിന്നിട്ട് ഇവിടുത്തെ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ക്ലിക്ക് ആകും, അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ആകും. അത് സ്റ്റോപ്പ് ചെയ്യാനും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഇനി ബാക്കി സാധനങ്ങളെല്ലാം ഇതിനകത്തോട്ട് എടുത്തു വെക്കാം. അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ ബാഗിലുള്ള സാധനങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഞാൻ ഒരുപാട് വാരി വലിച്ച് കൊണ്ടു നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അല്ലേ എന്റെ ബാഗിലുള്ളൂ. അപ്പോ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? വീണ്ടും മറ്റൊരു സബ്ജക്റ്റുമായിട്ട് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.